Second question, the region enclosed by the x-axis and a parabola y equal to 3x minus x square. The region enclosed by the x-axis and the parabola y equal to 3x minus x square is revolved about the vertical line x equal to minus 1. The region enclosed by the x-axis and the parabola y equal to 3x minus x square is revolved about the vertical line x equal to minus 1 to generate a solid. Is revolved about the vertical line x equal to minus 1 to generate a solid. Find the volume of the solid. അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ എങ്ങനെ വരും എന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്നത് ഇത് വൈ ആക്സിസ് ആണ്. ഇത് വൈ ആക്സിസ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 1 ഈ സൈഡിലല്ലേ വരുന്നത്. എക്സ് പോസിറ്റീവായിട്ടുള്ള ഇങ്ങോട്ടും നെഗറ്റീവായിട്ടുള്ള ഇങ്ങോട്ടുമാണ് വരുന്നത്. അപ്പം നമുക്ക് y ഈക്വൽ ടു 3x മൈനസ് എക്സ് സ്ക്വയർ വൈ ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ 3x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 നമ്മൾ എടുക്കുവാണെങ്കിൽ 3 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് കോമൺ ആയിട്ട് എടുത്താൽ എക്സ് ഇൻറ്റു 3 മൈനസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 3യിലും അത് 0 അറ്റൈൻ ചെയ്യും അല്ലേ. അപ്പം നമുക്ക് പരാബോളയുടെ 2 പോയിൻ്റ് ഇത് 0 0യും ഇത് 3 0യും ഈ പരാബോളയുടെ ഫോമുകളാണ്. ഇനി പിന്നെന്ത് ചെയ്യും, ഇതിങ്ങനെ കൂടി ഇതിങ്ങനെ വരും. അപ്പം നമ്മൾ 3x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. ഇത് 1 ആണ് എങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്യാൻ പാടാം അല്ലേ. അപ്പം നമ്മൾ ആർബിട്രറി ആയിട്ട് എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ എക്സിന് നമ്മൾ 1 കൊടുത്താൽ 3 മൈനസ് 1 വൈ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇവിടെ 1 ആണ്, ഇവിടെ 1 ഇവിടെ 2 ആണെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 എടുത്തെന്ന് വിചാരിക്കാം. ഇനി എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ 3 ഇൻറ്റു 2 6 മൈനസ് 4 ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ ആക്ച്വലി എന്താ 1ലെടുക്കുന്ന വാല്യൂ 2 ആണ്. 2 അതായത് എക്സ് 1 ആകുമ്പം നമുക്ക് 1 2ൽ കൂടെ പോകും. എക്സ് 2 ആകുമ്പോൾ 2 2ൽ കൂടെ പോകും. അപ്പോൾ അവിടെ രണ്ടിടത്തും വൈയുടെ പൊസിഷന് സെയിം ആണ്. അപ്പം ഇതിങ്ങനെ പോകും. ഇതാണ് നമ്മുടെ പരാബോള y ഈക്വൽ ടു 3x മൈനസ് എക്സ് സ്ക്വയർ. 0ൽ 0 3ൽ 0 1ൽ 2 2ലും 3. ഇതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പോയിന്റിലാണ് അതിൻ്റെ മാക്സിമം വാല്യൂ റീച്ച് ചെയ്യുന്നത്. ഏകദേശം എക്സ് ഈക്വൽ ടു ഒരു 1.5ലാണ് അതതിൻ്റെ മാക്സിമം വാല്യൂ റീച്ച് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അത് കുറയും. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, the region enclosed by the parabola x-ആക്സിസും പരാബോളയ്ക്കും ഇടയ്ക്ക് അപ്പോൾ ഈ ഒരു റീജിയൻ ഈ ഹീപ്പായിട്ടിരിക്കുന്ന ഇതിൻ്റെ അകത്തെ പോർഷനാണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നത് എവിടെയാണ്, എക്സ് ഈക്വൽ ടു മൈനസ് 1 ഈ ഒരു ലൈനിലാണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നത്. ഫൈൻഡ് ദി വോളിയം ഓഫ് ദ സോളിഡ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ റീജിയനുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ വാഷർ മെത്തേഡാണ് ചെയ്യുന്നത്. വാഷർ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ആക്സിസിൽ നിന്ന് ആദ്യത്തെ കേർവിലോട്ടുള്ള ഡിസ്റ്റൻസിന് നമ്മൾ സ്മോൾ r ഓഫ് എക്സും
ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ ആർ ഓഫ് എക്സ് ആർ ഓഫ് വൈ, ഇത് രണ്ടും ആർ ഓഫ് വൈ ആണ്. ഇത് സ്മോൾ ആർ ഓഫ് വൈയും ഇത് നമ്മൾ ക്യാപിറ്റൽ ആർ ഓഫ് വൈയോ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കിയേ, ഇവിടെ രണ്ടിടത്തും എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എടുക്കുമ്പോൾ സെയിം അല്ലേ വരുന്നത്. ഇതും പരാബോളയുടെ പോയിൻ്റാണ്. ഇങ്ങനെ എടുത്താലും അത് രണ്ട് കേവും ഒരേ പരാബോള ആയതുകൊണ്ട് നമുക്കവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആർ ഓഫ് വൈയെ സ്മോൾ ആർ ഓഫ് വൈയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? വാഷർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ എക്സ് ഈക്വൽ ടു -1, ഇത് y ഈക്വൽ ടു 3x - x². അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്മോൾ ആർ ഓഫ് വൈയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാപിറ്റൽ ആർ ഓഫ് വൈയും മാർക്ക് ചെയ്യുമ്പം രണ്ടും ഒരേ പരാബോളയിലെ പോയിന്റുകളായതുകൊണ്ട് അവ തമ്മിൽ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ, നമുക്കിവിടെ വോളിയം യൂസിങ് സിലിണ്ടറിക്കൽ ഷെല്ല് യൂസ് ചെയ്യാം. സിലിണ്ടറിക്കൽ ഷെല്ലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ, നമ്മുടെ ആക്സിസ് ഓഫ് റെവല്യൂഷൻ ഇതിലൂടെയാണ് നമ്മൾ റിവോൾവ് ഇങ്ങോട്ടാണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഓഫ് റെവല്യൂഷന് പാരലായിട്ട് നമ്മൾ ലൈൻ വരച്ചാൽ ഇതായിരിക്കും അതിൻ്റെ ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ ഇത് നമ്മുടെ ഷെൽ ഹൈറ്റ് വരും. ഇനി നമ്മൾ ഷെൽ ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ളതിനെ നമുക്ക് ഷെൽ റേഡിയസ്, ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഷെൽ റേഡിയസ് എന്ന് പറയാൻ പറ്റും. ഹിയർ draw a line parallel to the axis of revolution. Draw a line inside the figure വരച്ചിട്ട് draw a line inside the region parallel to the axis of revolution. This is the shell height. Now draw a line from x equal to -1 to that parallel line. ഈ parallel ലൈനിലോട്ട് വരയ്ക്കുക. x equal to -1 നിന്ന് to the parallel line വരയ്ക്കുക. Draw a line from x equal to -1 to the parallel line. That distance is the shell radius. Therefore shell height എന്താണ് വരുന്നത്, ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വൈയുടെ വാല്യൂ ആണ്, y ആണ്, which is equal to 3x - x². ഷെൽ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ ആണ്, അത് 3x - x². ഷെൽ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ്. ഇത്രോൺ ഡിസ്റ്റൻസ് നമ്മൾ എക്സും ഇത്രോൺ ഡിസ്റ്റൻസ് 1ഉം അല്ലേ, എക്സ് ഈക്വൽ ടു -1, ഇത് എക്സ് എന്നുള്ള വാല്യൂ. അപ്പോൾ ഇത്രോൺ ഡിസ്റ്റൻസ് നമുക്ക് എക്സും ഇത്രോൺ ഡിസ്റ്റൻസ് 1ഉം ആയതുകൊണ്ട് ഷെൽ റേഡിയസ് എന്ന് പറയുന്നത് x+1, അതായത് എക്സിൽ നിന്ന് -1 കുറച്ചു. ഇവിടെ വരെ എക്സ്, ഇവിടെ വരെ -1. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് x+1 ആണ്. ഇപ്പോൾ ഷെൽ റേഡിയസ് കിട്ടി, ഷെൽ ഹൈറ്റ് കിട്ടി. ഇനി എക്സ് വേരീസ് ഫ്രം 0 to 3. കാരണം എന്താ, ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് 3 0യും ഇത് 0 0യുമാണ്. അപ്പം പരാബോള മൊത്തത്തിൽ വരുന്നത് 0 തൊട്ട് 3 വരെയാണ് എക്സ് വേരി ചെയ്യുന്നത്. Therefore വോളിയം is equal to integral 0 to 3 2π into shell height into shell radius dx. ഫോർമുല മൊത്തം ഇതാണ്. വോളിയം is equal to integral 0 to 3 2π into shell height into shell radius dx, which is equal to 2π പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ 0 to 3 ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3x - x², ഷെൽ റേഡിയസ് x+1 dx. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 3x² - x³ പ്ലസ് 3x - x² dx എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x² - x³, 1 വെച്ച് പറയുമ്പോൾ 3x - x². ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
which is equal to 2 pi into integral 0 to 3x square minus x square കൂടെ 2x square minus x cube plus 3x ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 2 pi into 2 into x സ്ക്വയറിനെ ചെയ്യുമ്പം x cube by 3, x ക്യൂബിനെ ചെയ്യുമ്പം x raised to 4 by 4, എക്സിനെ ചെയ്യുമ്പം x square by 2 ഫ്രം 0 to 3 എന്ന് വരും. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പം ആൻസർ ആവും. 2 pi into 2 into 3 cube by 3 minus 3 raised to 4 by 4 plus 3 into 3 cube by 2. ബാക്കിയുള്ളതെല്ലാം -0 ആണ് വരുന്നത്. അപ്പം 2 pi into ഇവിടെ 3 സ്ക്വയർ 9 18 വരും, മൈനസ് 81 by 4 വരും. ഇവിടെ സ്ക്വയറാണ്, 3 സ്ക്വയറാണ്, 3 സ്ക്വയർ 9 27 by 2 വരും. ഈക്വൽ ടു 2 pi into LCM നമുക്ക് 4 എടുക്കാം. 8 4s are 32, carry 3 72 minus 81 plus 27 into 2 54 divided by 4 എന്ന് വരും. 2 pi into 72 minus 81 എന്ന് പറയുമ്പോൾ -9, അപ്പോൾ 45 വരും. ഇനി ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 45 pi by 2 ഇതാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഫിഗറും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഷെല്ലിൻ്റെ ഫിഗർ വരയ്ക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. ഇതായിരുന്നു ആക്സിസ് ഓഫ് റെവല്യൂഷൻ, ഇങ്ങനെ ഇരിക്കുന്ന സാധനം. അപ്പം നമ്മൾ അതിനെ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു സാധനം കിട്ടും. അപ്പം അതിന് നമ്മൾ ഇങ്ങനെയൊരു സിലിണ്ടറിക്കൽ ഷെല്ല്, നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ഒരു സിലിണ്ടറിക്കൽ ഷെല്ല് ഇറക്കുവാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ഇതും റേഡിയസ് ഇതും, അതായത് നമ്മുടെ റീജിയൻ നമ്മൾ ഇങ്ങനെ ഒരു ഹീപ്പ് പോലെ ഇരിക്കുന്ന, അത് ഇപ്പുറത്തെ സൈഡിൽ ഒരു ഹീപ്പ് പോലെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മളൊരു സിലിണ്ടറിക്കൽ ഷെല്ല് ഇറക്കുവാണ് ചെയ്യുന്നത്. അടുത്ത പ്രോബ്ലം ചെയ്യാം. Third one, the region bounded by the curve y equal to root x, x-axis and the line x equal to 4. X-axis and the line x equal to 4 is revolved about the x-axis. The region bounded by the curve y equal to root x, the x-axis and the line x equal to 4 is revolved about the x-axis to generate a solid. The region bounded by the curve y equal to root x, the x-axis and the line x equal to 4 is revolved about the x-axis to generate a solid. Find the volume of the solid by the shell method. ഇത് ഓൾറെഡി നമ്മൾ y ആക്സിസ് ചെയ്ത പ്രോബ്ലം ആണ്. നമുക്ക് ഷെൽ മെത്തേഡ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. x equal to 4, y equal to root x. The region bounded by the curve y equal to root x, the x-axis and the line x equal to 4 is revolved about the x-axis to generate a solid. Find the volume of the solid by the shell method. അപ്പോൾ ഷെൽ മെത്തേഡാണ്. അപ്പോൾ എക്സ് ആക്സിസിലാണ് നമ്മൾ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഹിയർ റെവല്യൂഷൻ, ആൻസർ ചെയ്തിക്കോ, ഫിഗർ ഒന്ന് വരയ്ക്കുക, ആൻസറിലോട്ട് പോകുക. ഹിയർ ദ റെവല്യൂഷൻ ഈസ് അബൌട്ട് ദ എക്സ് ആക്സിസ്. Here the revolution is about the x-axis. So draw a line parallel to the x-axis.
It is the shell height. Draw a line parallel to the x-axis. x-axisലാണ് റിവോൾവ് ചെയ്യുന്നത്. റിവോൾവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലേ? ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത്. ഇങ്ങോട്ടാണ് റിവോൾവ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിസ്ക് മെത്തേഡിൽ നമുക്ക് ചെയ്യാം, കാരണം ഗ്യാപ്പ് ഒന്നുമില്ല. ഡിസ്ക് മെത്തേഡിൽ നമുക്ക് ചെയ്യുന്നതാണിത്. നമ്മളിവിടെ പക്ഷേ ഷെൽ മെത്തേഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഡ്രോ എ ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്. ഇറ്റ്സ് ലെങ്ത് ഈസ് ദ ഷെൽ ഹൈറ്റ്. ഷെൽ ഹൈറ്റ് എഴുതി. നൗ ഡ്രോ എ ലൈൻ ഫ്രം എക്സ് ആക്സിസ് ടു ദി ന്യൂ ലൈൻ. എക്സ് ആക്സിസിൽ നിന്ന് പുതിയ ലൈനിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇറ്റ് ഈസ് ദ ഷെൽ റേഡിയസ്. ഇത് എക്സ് ആക്സിസ് നമ്മൾ വരച്ച ലൈൻ ഇത്. കിട്ടിയോ? ആദ്യം ഡ്രോ എ ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്. ഇറ്റ് ഈസ് ദ ഷെൽ ഹൈറ്റ്. നൗ ഡ്രോ എ ലൈൻ ഫ്രം എക്സ് ആക്സിസ് ടു ദി ന്യൂ ലൈൻ. പുതിയ ലൈനിലോട്ട് വരച്ചാൽ അതാണ് ഷെൽ റേഡിയസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ നമ്മൾ എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഷെൽ റേഡിയസ് ഈസ് ഈക്വൽ ടു ഷെൽ റേഡിയസ് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ അല്ലേ വന്നേക്കുന്നത്, ഈസ് ഈക്വൽ ടു വൈ. ഇവിടെ നമ്മൾ റിവോൾവ് ചെയ്യുന്ന എക്സ് ആക്സിസിലായതുകൊണ്ട് തിക്നെസ് വേരിയബിൾ വൈ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് വൈ വേണം നമ്മൾ ചെയ്യാൻ. അതാണ് മെയിൻ ഡിഫറൻസ് ഡിസ്ക് മെത്തേഡുമായിട്ടുണ്ട്. ഡിസ്ക് മെത്തേഡ് നമ്മൾ ഏത് ചെയ്യുന്നോ അതായിരിക്കും തിക്നെസ് വേരിയബിൾ വരുന്നത്. ഇവിടെ ഏത് ആക്സിസ് ചെയ്യുന്നോ അതിൻ്റെ ഓപ്പോസിറ്റാണ് തിക്നെസ് വേരിയബിൾ വരുന്നത്. അപ്പോൾ ഷെൽ റേഡിയസ് നമ്മൾ വൈ ആയിട്ട് എടുത്തു, കാരണം എബൌട്ട് ദ എക്സ് ആക്സിസാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മളതിനെ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷെൽ റേഡിയസ് എന്ന് പറയുന്നത് വൈ ആണ്. ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4. അപ്പോൾ അത് 4 മൈനസ് എക്സ് അല്ലേ വരുന്നത് ഷെൽ ഹൈറ്റ്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ആ പാരലൽ ലൈനിൻ്റെ ലെങ്താണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 4 ഇവിടം തൊട്ട് ഇവിടം വരെ എക്സും. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മൈനസ് എക്സാണ്. ഷെൽ ഹൈറ്റ് 4 മൈനസ് എക്സ് വരും. അത് ഇൻ ടേംസ് ഓഫ് എക്സ്, ഇൻ ടേംസ് ഓഫ് വൈ എന്ന് പറയുമ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താ? വൈ സ്ക്വയർ ആയിട്ട് എടുക്കാം. എക്സ് എന്ന് പറയുന്നത് നമുക്ക് വൈ സ്ക്വയർ ആയിട്ട് എടുക്കാൻ പറ്റും. വൈ ഈക്വൽ ടു റൂട്ട് എക്സ് അല്ല. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വൈ സ്ക്വയറാണ്. ഹിയർ വൈയുടെ വേരിയേഷനാണ് നമുക്ക് വേണ്ടത്. വൈ എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യും? 0 തൊട്ട് ഈ പോയിന്റ് എന്ന് പറയുന്നത് 4, 2 ആണ്. വൈ വേരീസ് ഫ്രം 0 to 2. വൈ വേരീസ് ഫ്രം 0 to 2. Therefore, volume is equal to integral 0 to 2 pi into shell height into shell radius into dy വരും. വേരിയബിൾ y ആണ്. 2 pi into shell height into shell radius into dy. അപ്പം നമുക്ക് ചെയ്യുമ്പം ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi ഇൻറ്റു ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഒരു ഡിസ്റ്റൻസാണ്. അത് 4 മൈനസ് വൈ. ഞാൻ എഴുതിയത് അങ്ങനെ തന്നെയായിരുന്നോ? ഞാൻ മായ്ക്കുകയും ചെയ്തു. ഒരു മിനിറ്റ് ഒന്ന്, നമ്മുടെ ഫിഗർ ഞാൻ മായ്ക്കുകയും ചെയ്തു. ഇങ്ങനായിരുന്നു. ഇത് ഷെൽ ഹൈറ്റ് എന്ന് പറയുന്ന ഇവിടെ ഈ ഡിസ്റ്റൻസ് ടോട്ടൽ 4. അപ്പോൾ 4 മൈനസ് എക്സ് വരും. അപ്പോൾ 4 മൈനസ് വൈ സ്ക്വയർ. ഷെൽ ഹൈറ്റാണ്. ഞാൻ എഴുതി തെറ്റിയോ എന്നൊരു സംശയം, വായിച്ചതുകൊണ്ട് നോക്കാനും പറ്റത്തില്ല. അപ്പോൾ ഷെൽ ഹൈറ്റ് ആണ് ഈ ഡിസ്റ്റൻസ് വരുന്നത്. ഷെൽ റേഡിയസ് ആണ് ഈ ഡിസ്റ്റൻസ്. ഷെൽ റേഡിയസ് എന്ന് പറയുന്നത് വൈ ആയിരിക്കും. അപ്പം 2 pi ഇൻറ്റു ഷെൽ ഹൈറ്റ് 2 pi ഇൻറ്റു 4 മൈനസ് വൈ സ്ക്വയർ. ഷെൽ റേഡിയസ് വൈ dy. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 2 pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 4y മൈനസ് y ക്യൂബ് dy വരും.
ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4y² - y⁴/4 റേഞ്ച് 0 to 2 വരും. 2π ഇൻറ്റു 2 4ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2y² ആണ്. അപ്പോൾ 2 × 2² -2⁴/4 -0 എന്ന് വരും. അപ്പം 2π ഇൻറ്റു 8 - 16/4 ആണ്. അപ്പോൾ അത് 4 വരും. അപ്പോൾ 8 - 4 4. അപ്പോൾ 2π ഇൻറ്റു 4 ആൻസർ 8π എന്ന് വരും. ആൻസർ 8π വരും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഈ സെയിം പ്രോബ്ലം വേണമെങ്കിൽ നമ്മളിത് ഡിസ്ക് മെത്തേഡ് ചെയ്ത പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ നോക്കിയേ, y = √x, x = 4, x ആക്സിസ് കൂടെ റിവോൾവ് ചെയ്യുമ്പം ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിസ്ക് മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ആയിരിക്കും ഹിയർ. ഡിസ്ക് മെത്തേഡിൽ r(x) എന്ന് പറയുന്നത് നമ്മുടെ y ആണ്. അതെന്ന് പറയുന്നത് എന്താ, √x വരും അല്ലേ? y എന്ന് പറയുന്നത് നമ്മുടെ √x, ഈ ഒരു ഹൈറ്റ് അത് y ആണ്. y വാല്യൂ ഇവിടെ √x ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് അവിടെ നമ്മൾ എക്സിൻ്റെ ടേംസിലാണ്, അത് ഓർത്തോണേ. ഡിസ്ക് മെത്തേഡ് ആകുമ്പോൾ എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേംസിലാണ്. അപ്പോൾ റേഞ്ച് 0 to 4 π ഇൻറ്റു r(x²) dx. ഡിസ്ക് മെത്തേഡും ഷെൽ മെത്തേഡും തമ്മിൽ മാറിപ്പോയത്. ഡിസ്ക് മെത്തേഡിൽ ഏത് ആക്സിലാണ് റിവോൾവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ വേരിയബിളായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മൾ ഏത് ആക്സിലാണോ റിവോൾവ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇവിടെ ഡിസ്ക് മെത്തേഡ് ഏത് ആക്സിസ് റിവോൾവ് ചെയ്യുന്നത് അത് നമ്മുടെ തിക്നെസ് വേരിയബിൾ വരും. മറ്റേതിലാണെങ്കിൽ ഏത് ആക്സിലാണ് റിവോൾവ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 4 π ഇൻറ്റു √x² എന്ന് പറയുമ്പം x dx വരും. അപ്പോൾ π x²/2 ഫ്രം 0 to 4 which is equal to π ഇൻറ്റു 4²/2. അപ്പോൾ 16/2 8π. സെയിം ആൻസറേ വരുള്ളൂ. അപ്പം മെയിൻ ഡിഫറൻസ് ഓർക്കേണ്ട കാര്യം എന്താ, ഡിസ്ക് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏത് ആക്സിസ് ആണോ അതിന് പെർപെൻഡിക്കുലറായിട്ടാണ് ലൈൻ വരയ്ക്കുന്നത്. ആ ആക്സിസ് ഏതാണോ ആ ആക്സിസാണ് വേരിയബിളായിട്ട് വരുന്നത്. പക്ഷേ ഷെൽ മെത്തേഡിൽ നമ്മൾ ഏത് ആക്സിസ് ആണോ റിവോൾവ് ചെയ്യുന്നത് ആ ആക്സിസിന് പാരലായിട്ടാണ് ലൈൻ വരയ്ക്കേണ്ടത്. പെർപെൻഡിക്കുലർ ആയിട്ടല്ല, പാരലായിട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വേരിയബിളാണ് തിക്നെസ് വേരിയബിളായിട്ട് വരുന്നത്.